ഹായ്, റീബർത്തന്നിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സക്സസ് ആയി മാറാം എന്നൊരു ടോപ്പിക്കുമായിട്ടാണ്. കാരണം ഇന്ന് ഇങ്ങനെയൊരു വിഷയവുമായി ഞാൻ വരാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. കാരണം നമ്മളെല്ലാവരും സക്സസ് ആയി മുന്നോട്ട് പോയി നല്ല ലൈഫ് സെറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ഒന്ന് സെറ്റിൽഡ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ബഹുഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ആർക്കും അതിലേക്ക് ഒരുവിധപ്പെട്ട കുറച്ചു പേരൊക്കെ ആ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അവരുടെ എയിം എന്താണോ അതിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചു പേർക്കൊക്കെ എവിടേക്ക് വെച്ച് എന്തൊക്കെയോ നഷ്ടമായി പോവുകയും അവരുടെ എയിമിലേക്ക് എത്താൻ കഴിയാതെ പോവുകയും അവർ ലൈഫിൽ സക്സസ് ആവാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് എപ്പോഴും സ്വപ്നം കാണാൻ മറന്നുപോയി എന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നം എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ചിന്തകളെ പഠിപ്പിച്ചില്ല. അങ്ങനെ ഒരു പഠിത്തം നമ്മുടെ ചിന്തകൾക്ക്, അങ്ങനെ ഒരു വളർച്ച നമ്മുടെ ഒരു ചിന്തകൾക്ക് ഇല്ലാതായി പോയത് കൊണ്ടാണ് നമുക്ക് എവിടെ വെച്ച് എന്തൊക്കെയോ നഷ്ടമായി പോയത്. ചിലരെ കണ്ടിട്ടില്ലേ, അവരുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് വളരെ വളരെ അത്ഭുതകരമായിട്ട് അവർ എത്തിച്ചേരുകയും നമ്മളെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ആ വിഷൻ എയിം എന്താണോ അതിൽ എത്തിച്ചേർന്ന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലര് പാതി വഴിയിൽ വെച്ച് തന്റെ സ്വപ്നം അവസാനിപ്പിച്ച് കട്ടയം പടമൊക്കെ മടക്കി വീട്ടിൽ കയറുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ശക്തി എന്താണോ അതിനെ നമ്മൾ മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ പലതുമാവാം, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പല രീതിയിലും നമ്മളെ സ്വാധീനിക്കാം. അതിൽ നിന്നൊക്കെ ഒളിച്ചോടി ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഇപ്പം ഒരു പ്രവണതയായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികളടക്കം അല്ലെ, കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു 4-5 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമാണ് തോന്നുന്നത്. നമുക്കൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നു ആത്മഹത്യയെ കുറിച്ച്? അച്ഛൻ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു, ഉടനെ പോയി കഴുത്തിലൊരു കുരുക്കിട്ടു. അത് ആത്മഹത്യ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ കുരുക്കിടാനുള്ള ശക്തിയും കഴിവും എവിടെ നിന്ന് കിട്ടി, എങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ, അല്ലെങ്കിൽ ഒരു 17-18 വയസ്സുള്ള ഒരു കുട്ടിയോ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ ദിനവും അത് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പേരൻസും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെ. അവരെല്ലാവരും വേറെ വേറെ ലോകത്ത് ജീവിക്കുകയാണ്. എല്ലാവരും ബിസിയാണ്, ഭയങ്കര ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും ഉള്ളത്. സാധാരണക്കാരനും അതെ, സെലിബ്രിറ്റീസിനും അതെ, എല്ലാവർക്കും ബിസി ഷെഡ്യൂളാണ്. പക്ഷെ ഈ ബിസി ഷെഡ്യൂളിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ സ്വപ്നം കാണുക, നമ്മുടെ ആഗ്രഹങ്ങളെ സ്വപ്നം കാണുക, നമ്മുടെ ചിന്തകളെ വളർത്തിയെടുക്കുക, അതിനെ പോസിറ്റീവാക്കി മാറ്റുക. ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമുക്കിടയിൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ലൈഫ് കോച്ചിന്റെയോ ഒരു മെന്ററുടെയോ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെയോ ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ലൈഫിൽ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം, അത് നോക്കി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഒരു പ്രൈവറ്റ് ജോബുമായിട്ട് ഈ അടുത്തിടെ വരെ ഞാൻ ബിസി ആയിരുന്നു, ഭയങ്കര ബിസി ആയിട്ടൊരു ഒരു ഷെഡ്യൂൾ ആയിരുന്നു എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബിസി ലൈഫിൽ നിന്നൊരു ബാക്ക് ടു എനിക്ക് നോർമൽ ലൈഫിലേക്ക് പോകണമെന്ന് തോന്നി കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ അറിവുകൾ ഒരുപാട് വലിയ അറിവുകളൊന്നും ഉള്ള ഒരാളല്ല. ഒരുപാട് വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു 10-12 വർഷമായിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് എന്റെ ലൈഫിൽ കുറച്ച് ടൈം മാറ്റി വെക്കുന്ന ഒരാളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസവും പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ പരിമിതമായ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇന്ന് വിഷൻ, നമ്മുടെ എയിം അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം വിടുകയാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. നമ്മളൊരു 10 ഗോൾ സെറ്റ് ചെയ്യുക. ഒരു 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 ബോർഡ് പോലെ ഉണ്ടാക്കി നമുക്കൊരു 10 ഗോൾ, നമ്മുടെ ലൈഫിൽ വേണ്ട 10 കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കുക. എഴുതി വെക്കുന്നതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ മൈൻഡിനോട് ചോദിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് എനിക്ക് സക്സസ് ആകാൻ കഴിയുക. ഇപ്പൊ എന്റെ കാര്യം അറിയാം, എന്റെ ദിനചര്യകളിൽ മാറ്റം വരുത്തണം, എന്റെ ചിന്തകളിലും എന്റെ പ്രവൃത്തികളിലും മാറ്റം വരുത്തണം, എന്റെ ഇന്ന കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അത് മാറ്റം വരുത്തണം. ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് കേട്ടോ. അതൊക്കെ എനിക്ക് എന്നെ കുറിച്ച് അറിയാം, അപ്പൊ നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. സോ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, നിങ്ങളുടെ സോളുമായിട്ട് ഒരു അലൈൻമെന്റിൽ എത്തുക, എന്നിട്ട് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റം വരുത്തിയാൽ എനിക്ക് ലൈഫിൽ സക്സസ് ആകാൻ കഴിയും? അങ്ങനെ ഒരു 10 ഗോൾസ്. അതിനകത്ത് നിങ്ങളുടെ ദിനചര്യകൾ മാറ്റം വരുത്താം,
നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താം, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം, നിങ്ങളുടെ പ്രവർത്തികളിൽ മാറ്റം വരുത്താം. ഇതൊക്കെ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്യുക. ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്ന് ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ എനിക്ക് സക്സസ് ആകാൻ കഴിയും. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഒരു 10 ഗോൾ സെറ്റ് ചെയ്യുക. ആ 10 ഗോളിൽ ഓരോന്നായിട്ട് നിങ്ങൾ നടന്നെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറുതെ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ മോഹങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് സഞ്ചരിപ്പിക്കണം. പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ അതിനെ സഞ്ചരിപ്പിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം. ഓരോ ഗോളും നിങ്ങൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം. ലൈഫിൽ എപ്പോഴും വിഷമിച്ച് കരഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങൾ മാറാൻ തയ്യാറാവുക. കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല. വിഷമിച്ചിരുന്നുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്, ഇത് വിജയിക്കുന്നവരുടെ ലോകമാണ് അല്ലെ. ഇന്ന് വിജയിക്കുന്നവരാണ് അധികം നമുക്ക് ചുറ്റിനും. മറ്റൊരാളുടെ സക്സസിനെ നോക്കി നമ്മൾ കരയുന്നുവെങ്കിൽ നമ്മൾക്കുള്ളിലാണ് തോറ്റിരിക്കുന്നത് അല്ലെ. നമ്മളാണ് തോറ്റു പോയിരിക്കുന്ന ചിന്തയിൽ നമ്മൾ മറ്റുള്ളവരുടെ സക്സസിനെ നോക്കി കരയുന്നുവെങ്കിൽ ആ സക്സസിലേക്ക് എത്താൻ നിങ്ങൾക്കും അധികം ദൂരമില്ല. നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അതിൽ മാറ്റം വരുത്തുക. മാറ്റം വരുത്തിയിട്ട് എന്താണ്, ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. കഴിഞ്ഞു പോയതൊക്കെയും കഴിഞ്ഞു പോയി. ഇന്നു മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നു മുതൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതിനുവേണ്ടി നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കാൻ പോവുകയാണ് അടുത്തത്. എന്റെ എയിം എന്താണോ അതെനിക്ക് നടത്തിയെടുക്കണം. നിങ്ങളുടെ ആഗ്രഹം, ഒന്നാമത്തെ ആഗ്രഹത്തിന് പ്രയോറിറ്റി കൊടുക്കുക അല്ലെ. ആദ്യം എന്താണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹത്തെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഓവർ വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. എനിക്കൊരു 90 കിലോയ്ക്ക് അടുത്ത് ഞാൻ ഓവർ വെയിറ്റ് ആയിരുന്നു. ഇപ്പോഴും ഒരു 8 കിലോയും കൂടെ എനിക്ക് കുറയാനുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ അതായിരുന്നു എന്റെ വിഷൻ ബോർഡിലെ ആദ്യത്തെ ഗോള് അതായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 90 ദിവസത്തെ ഡയറ്റ് ഞാൻ എടുത്തു. അതിനകത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര kg വെയിറ്റ് ഞാൻ കുറച്ചിരിക്കും എന്നുള്ളത് ഞാനൊരു സങ്കല്പിച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് എത്തുന്നതായിട്ട് മെഡിറ്റേഷൻ ചെയ്തു. എന്റെ മെഡിറ്റേഷനിൽ ഞാൻ ആ രൂപത്തിൽ എത്തുന്നതായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടുന്നതായിട്ടും ഞാൻ ഇമാജിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അത് ഓക്കെ ആക്കി എടുത്തത്. പിന്നെ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമറുമായിട്ട് നേരിട്ട് ഒരുപാട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ വിഷൻ ബോർഡിൽ രണ്ടാമത് എഴുതി എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ ബെറ്റർ ആക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമറുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്തു. എന്നിട്ട് അവരെ കൂടുതൽ പഠിച്ചു. അവരെ കേൾക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഞാൻ അവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. ഇങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ കരിയറിൽ മാറ്റം വരുത്തേണ്ടത്? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ കരിയർ സക്സസ് ആക്കി കൊണ്ടുപോകാൻ കഴിയും? നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ ഇഷ്ടമല്ല എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് സംസാരിക്കണമെന്നും ഒരുപാട് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വെറുതെ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും നിങ്ങളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ ആ ആഗ്രഹത്തെ സ്വപ്നം കാണുന്ന എത്ര പേര് കാണും ഈ കൂട്ടത്തിൽ? ആരും തന്നെ കാണില്ല അല്ലെ. ആരും തന്നെയല്ല, കുറച്ചു പേരൊക്കെ കാണും. കുറച്ചു പേരൊന്നും അതിനെ നെഗറ്റീവായിട്ടോ എനിക്കതിന് സാധിക്കത്തില്ല എന്ന് സ്വയം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ അധികം ആൾക്കാരും കാണും അല്ലെ. മോട്ടിവേഷനിലൂടെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഉന്നതിയിൽ എത്തുന്നവരുമുണ്ട്, ഡീമോട്ടിവേറ്റ് ചെയ്ത് പുറകോട്ട് പോകുന്നവരുമുണ്ട്. അപ്പം ഈ ഡീമോട്ടിവേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നല്ലേ. അതോടുകൂടി നിങ്ങൾ ബിഗ് ഫെയിലിയർ ആണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ ഇന്ന് മുതൽ അത് വേണ്ട. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക. ഇന്ന് മുതൽ എന്റെ ആഗ്രഹം എന്താണോ അത് ഞാനായി തീരുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എത്ര പേര് അതിന് എന്റെ കൂടെ ഇന്ന് ഈ ഒരു ജേണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് വരാൻ പറ്റുമോ? എത്ര പേർക്ക് ഇത് ഞാൻ പുതിയൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്, അതിനോടൊപ്പം ഞാൻ ഇന്നു മുതൽ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ കൂടെ നിങ്ങളുടെ ഗോൾ സെറ്റിങ്ങുമായിട്ട് എത്ര പേർക്ക് കൂടാൻ കഴിയും? ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് രേഖപ്പെടുത്തുക. സോ നമ്മുടെ ഗോളുകളൊക്കെയും അച്ചീവായി അതിന്റെ ആ ഒരു സന്തോഷം നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ പറയും, ഈ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, ഒരു 4 മാസം മുന്നേ കണ്ട ആളല്ല ഇത്. നിങ്ങൾ രൂപം കൊണ്ടും നിങ്ങളുടെ സ്വഭാവം കൊണ്ടും ഒരുപാട് മാറിയിരിക്കുന്നു, നന്നായിട്ടുണ്ട് എന്ന് നിങ്ങളോടൊന്ന് പറയുന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അടിപൊളിയല്ലേ അത്? സൂപ്പർ അല്ലേ? എന്നോട് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ഫലത്തിൽ വന്നു. ഒരുപാട് നാളത്തെ
ഇതൊന്നും എടുത്തില്ല. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് ഇതിന് സാധിച്ചു. നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടുകൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ മറ്റൊരു കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എല്ലാവർക്കും താങ്ക് യു.